Shari teacher to address the gathering. വേദിയിലിരിക്കുന്ന ആദരണീയരായ വിശിഷ്ട വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ വളരെ സുപ്രധാനവും അവിസ്മരണീയവുമായ ഒരു ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പരിപാടികൾ വളരെ വൈകി, എല്ലാവരും അക്ഷമരായി ഇവിടുത്തെ കലാപരിപാടികൾ കാണാൻ കണ്ണും നട്ടിരിക്കുകയാണ്. എന്നാലും ഒരു 2 വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ 29 വർഷത്തെ സേവനത്തിന് ശേഷം ഈ വരുന്ന മെയ് മാസം 31-ാം തീയതി സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. ആദ്യമായി ഇവിടെ എനിക്ക് നൽകിയ സ്നേഹോപഹാരങ്ങൾക്കും വാക്കുകൾക്കും ഞാൻ നന്ദി പറയട്ടെ. എൻ്റെ ഔദ്യോഗിക കാലം ആരംഭിക്കുന്നത്, അതായത് ഞാൻ സർവീസിൽ PSC വഴി ജോലിയിൽ പ്രവേശിച്ചത് 1997 ജൂലൈ 21-നാണ്. അന്ന് LP UP അസിസ്റ്റൻ്റായിട്ടായിരുന്നു നിയമനം. അതുകൊണ്ട് GLPS മുള്ളൂർക്കരയിലാണ് ഞാൻ ആദ്യം ജോയിൻ ചെയ്തത്. പിന്നീട് 1 വർഷം കഴിഞ്ഞ് വടക്കാഞ്ചേരി ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിലേക്ക് സ്ഥലം മാറ്റം കിട്ടുകയും അതിൽ ഇവിടെ 6 വർഷക്കാലം ജോലിയിൽ തുടരുകയും ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം വടക്കാഞ്ചേരി ഗേൾസ് ഹൈസ്കൂൾ, അതായത് നമ്മുടെ സ്വന്തം സ്കൂൾ, വളരെ പ്രാധാന്യവും അതുപോലെ തന്നെ പല പ്രത്യേകതകളും നിറഞ്ഞതാണ്. ഞാൻ 1 മുതൽ 10 വരെ പഠിച്ച സ്കൂൾ, എൻ്റെ വീടിന് തൊട്ടടുത്ത സ്കൂൾ, എൻ്റെ അധ്യാപകരോടൊപ്പം ഉള്ള അധ്യാപനം, ഈ 3 പ്രത്യേകതകളും നിറഞ്ഞതായിരുന്നു എനിക്ക് ഈ സ്കൂൾ. പൂർവിക അധ്യാപകരായിരുന്നു എനിക്ക് എന്നും മാതൃക, അതോടൊപ്പം എൻ്റെ അച്ഛനും. ഇവിടെ 6 വർഷക്കാലം ജോലി ചെയ്തതിന് ശേഷം 2004-ൽ HSA ആയി പ്രമോഷൻ ലഭിച്ചതിനെ തുടർന്ന് ഞാൻ ചേലക്കര SMT സ്കൂളിലേക്ക് ജോയിൻ ചെയ്യാനായി പോയി. അവിടെ നമ്മുടെ സ്കൂളിനെ താരതമ്യം ചെയ്യുമ്പോൾ വളരെ വലിയ സ്കൂള്, അതോടൊപ്പം കുറേ സ്റ്റാഫ്, കുറേ കുട്ടികൾ. അന്നത്തെ കാലത്ത് 10ാം ക്ലാസ് J ഡിവിഷൻ വരെ SMTയിലുണ്ടായിരുന്നു. 10ൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലോ 20നോടടുത്ത് പ്രായത്തിലുള്ളവരും. ഞാൻ ആദ്യമൊന്ന് പരുങ്ങി, പിന്നീടൊക്കെ ശരിയായി. അവിടുത്തെ അധ്യാപകർ പരിപൂർണ പിന്തുണയും സഹകരണവും നൽകി എനിക്ക് എന്നും താങ്ങായിരുന്നു. പിന്നീട് 2016-ൽ ഞാൻ വീണ്ടും ഇവിടേക്ക് തന്നെ ട്രാൻസ്ഫർ ലഭിച്ച് എത്തിച്ചേർന്നു. എനിക്ക് ഇവിടെയും കരുത്തേകിയത് എൻ്റെ സഹപ്രവർത്തകർ തന്നെയായിരുന്നു. അന്നത്തെ 2016-ലെ സ്ഥിതിയൊക്കെ പിന്നീട് മാറിത്തുടങ്ങി. കാലം മാറി, പരീക്ഷാ രീതികൾ മാറി, അധ്യാപക രക്ഷാകർതൃ വിദ്യാർത്ഥി ബന്ധം തന്നെ വേറൊരു തലത്തിലേക്ക് എത്തിച്ചേർന്നു. കുട്ടികളും രക്ഷിതാക്കളും തമ്മിൽ, അധ്യാപകരും രക്ഷിതാക്കളും തമ്മിലും, അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലും വളരെ അടുത്ത ബന്ധത്തിലാണ് ഇപ്പോൾ. നമ്മുടെ കുട്ടികളും ടീച്ചേഴ്സും തമ്മിൽ ഉള്ള അടുപ്പത്തിൻ്റെ ഒരു തെളിവ് തന്നെയാണ് നേരത്തെ കിട്ടിയിട്ടുള്ള കയ്യടികൾ. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കൊരു കാര്യം കുട്ടികളോട് പറയാനുള്ളത്, പരീക്ഷയ്ക്കും പഠനത്തിനും എന്നതിലുപരി നമ്മളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന നന്മ എന്താണോ അതാണ് വിദ്യാഭ്യാസം. അപ്പോൾ അതിന് നമ്മുടെ ഭാവിയിൽ സുരക്ഷിതരാവാൻ വേണ്ടി പ്രതികരണശേഷിയുള്ള
പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ കഴിവുള്ള ഒരു ഭാവി ജീവിതത്തിലെ വ്യക്തിത്വങ്ങളാവാൻ വേണ്ടി ടീച്ചേഴ്സ് കുട്ടികളെ ശാസിക്കുകയും ഉപദേശിക്കുകയും ചെയ്യാറുണ്ട്. അവയൊക്കെ പോസിറ്റീവായി മാത്രമേ എടുക്കാവൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ ഈ ഔദ്യോഗിക ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ വളരെയധികം സന്തുഷ്ടയാണ്. എന്നെ ഞാനാക്കിയ എൻ്റെ ഈ വിദ്യാലയത്തോടും ഇവിടുത്തെ അധ്യാപകരോടും ഇവിടുത്തെ നാട്ടുകാരോടും പ്രിയപ്പെട്ട എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളോടുമുള്ള നന്ദി ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ സ്കൂൾ ഗേൾസ് ഹൈസ്കൂൾ 100% വിജയത്തോടുകൂടി എന്നും തിളങ്ങി നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.